ഹലോ, അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇത് വന്നിട്ട് കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്ക് വിളിച്ചിരിക്കുന്ന ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ്. ഇത് വന്ന് വിളിച്ചിരിക്കുന്നത് 13/10/2025 വിളിച്ച നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇത് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ കൂടെയാണ്. പിന്നെ ഇത് എന്താണ്, വർക്ക്മാൻ പോസ്റ്റ് ഓൺ കോൺട്രാക്ട് ബേസിസ് ഫോർ CSL എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെ പോസ്റ്റാണ് നോക്കാം. ഒന്ന് വന്നിട്ട് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എയർ കണ്ടീഷണർ ടെക്നീഷ്യൻ, അതായത് AC ടെക്നീഷ്യൻ. പിന്നെ വന്നിട്ട് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് ക്രൈൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇതിൽ വന്നിട്ട് ആദ്യത്തെ ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എയർ കണ്ടീഷൻ ടെക്നീഷ്യന് വേണ്ടിയിട്ട് മിനിമം SSLC പാസ്സായിരിക്കണം, ITI പാസ്സായിരിക്കണം, ഇതവിടെ ഉണ്ട്. പിന്നെ ക്രൈൻ ഓപ്പറേറ്റർക്ക് വന്നിട്ട് SSLC പാസ്സായിരിക്കണം, ITI ഉണ്ടായിരിക്കണം. ഇൻ ദ ട്രേഡ് ഓഫ് ITI, അതായത് ക്രൈൻ ഓപ്പറേറ്റർ ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ ഓർ ഇലക്ട്രോണിക് മെക്കാനിക് ഓർ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്. ഈ ട്രേഡിലുള്ള ആൾക്കാർക്ക് ഇത് ക്രൈൻ ഓപ്പറേറ്റർ എന്നുള്ള പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ചെറിയൊരു കാര്യങ്ങളും ഉണ്ടായില്ല, അതായത് മിനിമം 3 years എക്സ്പീരിയൻസ് രണ്ടിലും ഉണ്ടായിരിക്കണം. ആദ്യത്തെ ഇപ്പോൾ AC ടെക്നീഷ്യൻ ആണെങ്കിൽ മിനിമം ഓഫ് 3 years ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ട്രെയിനിങ് ഇൻ ഫേംസ് ഇൻ ദ എയർ കണ്ടീഷനിങ് ഫീൽഡ്. അതായത് AC ടെക്നീഷ്യനായിട്ടൊരു 3 വർഷത്തെ എവിടെയെങ്കിലുള്ള പരിചയം ഉണ്ടായിരിക്കണം. അത് വന്നിട്ട് മറ്റേ അപ്രൻറ്റീസ് 1 year കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ബെസ്റ്റ്, അവരെയാണ് ഫസ്റ്റ് എടുക്കുക. മറ്റേ ക്രൈൻ ഓപ്പറേറ്ററിനാണെങ്കിൽ മിനിമം ഓഫ് 3 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം, ട്രെയിനിങ് ഇൻ ഓപ്പറേഷൻ ഓഫ് ട്രെയിൻസ്. അതിലൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുമായിരിക്കണം. ഓക്കെ, അതാണ് അത് പറയാനുള്ളത്. പിന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അതായത് 13-ാം തീയതി വിളിച്ചതാണ്, 29-ാം തീയതി മുന്നേ ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. ഇതവിടെ ഉണ്ട് ഓൺലൈൻ. ഓക്കെ, പിന്നെ നെയിം ഓഫ് പോസ്റ്റ് ഇപ്പോൾ ആൾറെഡി വീണ്ടും ഒരു പറഞ്ഞ ടേബിൾ 2 നോ പ്രോബ്ലം. അപ്പോൾ ഇതിൽ ടോട്ടൽ വേക്കൻസികൾ 19 ഇത് ഓരോന്നിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സംഭവം ശ്രദ്ധിക്കുക. ദ കോൺട്രാക്ട് ടെന്യൂർ ഓഫ് ദ എബവ് പോസ്റ്റ് ഈസ് ഫോർ മാക്സിമം പീരീഡ് ഓഫ് 5 years സബ്ജക്ട് ടു പ്രൊജക്ട് റിക്വയർമെന്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോമൻസ്. മാക്സിമം 5 years കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ കയറി കഴിഞ്ഞാൽ അവിടെ യൂണിയനൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അത് കാരണം ഇങ്ങനെ കയറുന്ന ആൾക്കാരൊക്കെ ഒരുവിധം എല്ലാവരെയും പെർമനന്റ് ആക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അനദർ ഇൻഫർമേഷൻ. ഓക്കെ, പിന്നെ അതിൻ്റെ ഈ 5 വർഷം ഉള്ള ഇതിൽ കിട്ടുക നിങ്ങൾക്ക് കൺസോളിഡേറ്റ് പേ ഓഫ് 23,000 ഇവിടെ 23,300 പെർ മന്ത് കിട്ടും. ദേ വിൽ ബി ആൾസോ എലിജിബിൾ ഫോർ കോമ്പൻസേഷൻ ഓഫ് എക്സ്ട്രാ അവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ദിവസം എക്സ്ട്രാ അവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഓഫ് 5830. അപ്പോൾ ദാറ്റ് മീൻസ് എക്സ്ട്രാ അവേഴ്സ് കൂടി ചെയ്യുമ്പോൾ ഒരു 28,30,000 അടുത്ത് സാലറി കിട്ടും. ഓക്കെ, അതാണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നുള്ളത് മാക്സിമം ഏജ്, അപ്പർ ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ഷാൾ നോട്ട് എക്സീഡ് 45 years, അതായത് 45 വർഷത്തിൻ്റെ മേലുള്ള ആൾക്കാരായിരിക്കും. പിന്നെ കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. അപ്പർ ഏജ് OBC, അതായത് 48 വരെ ആവാം. പിന്നെ PWD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ 50 വയസ്സുള്ളവർക്ക് അത് റിലാക്സേഷൻ, നോർമൽ ആൾക്കാർക്ക് കിട്ടില്ല. പിന്നെ മെത്തേഡ് ഓഫ് സെലക്ഷൻ ഇൻക്ലൂഡ്സ് phase 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആൻഡ് രണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു ടെസ്റ്റ്, അത് കഴിഞ്ഞ് phase 2 ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ്. അത് വന്നിട്ട് ഇതവിടെ ഉണ്ട്. phase 1 ഇതൊക്കെ ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് 30 മാർക്കിൻ്റെ, phase 2 പ്രാക്ടിക്കൽ ടെസ്റ്റ് 70 മാർക്ക്, ടോട്ടൽ 100 മാർക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ. പിന്നെ കുറച്ച് റിസർവേഷൻ ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡെറിവേറ്റീവ്സ് ലോൺ ഷാൾ അപ്ലൈ. പിന്നെ ഗവൺമെൻറ് ഏജൻസി അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് SC OBC അവർക്കുള്ള കുറച്ച് റിലാക്സേഷനും ഉണ്ട്. അതായത് സീറ്റ് റിസർവേഷൻ, അതായത് അവർക്ക് സീറ്റ് കിട്ടും. ക്വാളിഫിക്കേഷൻ ആൾറെഡി പറഞ്ഞു, SSLC വിത്ത് ITI. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ഇതിന് 300 രൂപ നോൺ റീഫണ്ടബിൾ ആണ്, പ്ലസ് ബാങ്ക് ചാർജസ് എക്സ്ട്രാ. അതിൽ 300 രൂപയിൽ അതിൻ്റെ വില ബാങ്ക് ചാർജസ് വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കണം എന്നാണ് ദാറ്റ് മീൻസ്. ഓക്കെ, പിന്നെ ആസ് യൂഷ്വൽ SC ST ആവുകയാണെങ്കിൽ കൊടുക്കേണ്ട. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് PWBD ആണെങ്കിൽ കൊടുക്കേണ്ട. ആൾ അപ്ലിക്കൻറ്റ് ഫോർ ഹൂം ഫീ ഈസ് അപ്ലിക്കബിൾ ദാറ്റ് ഈസ് എക്സെപ്റ്റ് ഫോർ ദോസ് ബിലോങ് ടു SCS ആണ്. ഹൗ ടു അപ്ലൈ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇത് അപ്ലൈ ചെയ്യേണ്ടത് സൈറ്റ് ഇതാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്.in കയറുക. അതിൻ്റെ കയറി കഴിഞ്ഞാൽ .in കയറി കഴിഞ്ഞാൽ കരിയർ പേജിൽ പോവുക, CSL എടുക്കുക, കൊച്ചി എടുക്കുക. എന്നിട്ട് അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക, അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. എല്ലാം ഓൺലൈനാണ്. പിന്നെ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്നും പോസ്റ്റലായി, ചിലതൊക്കെ അങ്ങനെ ഉണ്ട്, പോസ്റ്റലായിട്ട് കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ് വരും. ഓക്കെ, താങ്ക് യു. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഫാമിലിയിലോ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർ. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഇതിൽ കിട്ടിയ 5 വർഷം പണിയെടുത്താൽ ആ എക്സ്പീരിയൻസ് മതി വേറെ ഗൾഫിലേക്കും മറ്റു നാടുകളിലേക്കും കയറി പോകാൻ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക് യു.